നശിക്കണമല്ലോ. അതുകൊണ്ട് ശ്രദ്ധിച്ചോ, ഇവിടെ നടക്കുന്ന ഭരണകൂട കോമരങ്ങളെല്ലാം മാറി 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 വരുന്ന ഭരണകൂട കോമരങ്ങളെല്ലാം അവരുടെ 2-3 തലമുറയ്ക്ക് ജീവിക്കാൻ കഴിയുന്നത് ഉണ്ടാക്കിയിട്ടിട്ട് കളം പെടണമെന്നതിന്റെ അപ്പുറത്ത് ഇവിടെ പൊതുജനത്തെ കുറിച്ചോർത്ത് ഭരിക്കുന്ന വേദനിക്കുന്ന ഭരണകൂടമൊന്നും ഇവിടെ ഇല്ല. അപ്പൊ ചിലർ പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനൊന്നുമല്ല. കമ്മ്യൂണിസ്റ്റ് ഭരിച്ചാലും നാളെ കോൺഗ്രസ് ഭരിച്ചാലും ഇനി എങ്ങാനും താമര വിരിഞ്ഞാലും ഇതിനെയൊക്കെ തൂത്തുകളയാൻ ചൂല് വന്നാലും നമ്മുടെയൊക്കെ ഗതി ഇത് തന്നെയാ. ഇതിന്റെ അപ്പുറത്ത് ഒരു പിണ്ണാക്കും ഇവിടെ സംഭവിക്കത്തില്ലെന്ന് മലയാളിക്ക് ബോധം വരുന്നു, അന്ന് അവൻ കുറച്ചെങ്കിലും ഒക്കെ നന്നാകും. ഇതൊന്നും തലയ്ക്കകത്ത് കയറാത്ത കുറെ മണ്ടന്മാര്, രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി ചാകാനും കൊല്ലാനും മടിയില്ലാതെ പേ പിടിച്ചു നടക്കുന്ന പിള്ളേര്. എടാ കൂട്ടുകാരാ, കൂടപ്പുറപ്പ ചെറുപ്പക്കാരാ, നീ ഏത് പാർട്ടിക്ക് വേണ്ടി അടിച്ചാലും പിടിച്ചാലും ചത്താലും ഇരു പാർട്ടിയുടെ നേതാക്കന്മാർ അടുത്ത സ്റ്റേജിൽ കാണുമ്പോൾ തമ്മിൽ കെട്ടിപ്പിടിച്ച് ക്യാമറയുടെ നേരെ നോക്കി വലിച്ച ചിരിയും ചിരിച്ച് അവര് വീട്ടിൽ പോകുന്നല്ലേ കണ്ടിട്ടുള്ളൂ അല്ലേ? ഇന്ന് വരെ കേരളത്തിൽ ഒറ്റ രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കള് രക്തസാക്ഷികളായി തെരുവിൽ കിടന്ന് ചത്തിട്ടുണ്ടോ? രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കൾ അമേരിക്ക, UK, ഓസ്ട്രേലിയ, കാനഡ പോയി പഠിച്ചു, നല്ല ജോലി മേടിച്ചു, നല്ല വീട് മേടിച്ചു, നല്ല കാറ് മേടിച്ച് അവര് നല്ല ശമ്പളം മേടിച്ചു, നന്നായി ജീവിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് നേതാക്കന്മാർ മക്കളെ കാണാൻ ഫ്ലൈറ്റ് കയറുന്നു, മക്കളുമായി ഒന്നിച്ചിരുന്ന് ചിക്കനും മട്ടനും കടിച്ചു പറിക്കുന്ന വീഡിയോ പിടിച്ച് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇടുമ്പോൾ ഇങ്ങകലെ കാട്ടാക്കട പെറ്റ തള്ളയ്ക്ക് കഞ്ഞി കൊടുക്കാത്തവൻ വീഡിയോ കണ്ട് ലൈക്കും കമന്റ് പഠിച്ച് റോഡിൽ കിടന്ന് ചാകുന്നു. ഇതല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം? എടാ, എന്നാടാ നിനക്കൊക്കെ നേരം വിളിക്കുന്നത്? ആരാ നിനക്ക് വേണ്ടി കരയുന്നത്? 10 മാസം വയറ്റിൽ ചുമന്ന പെറ്റതള്ളയുടെ കണ്ണും തോളി കൈയിട്ടോണ്ട് സ്കൂളിൽ പോയ കൂടപ്പറപ്പിന്റെ കണ്ണും കാലാകാലം നിന്നെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുമെന്നതിനപ്പുറത്ത് ഒരു ചുക്കും ഇവിടെ സംഭവിച്ചിട്ടില്ല. ഉണ്ടോ? നിങ്ങൾ പറ. നാടകങ്ങൾ ഇവിടെ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പൊതുജനത്തെ വെറും കഴുതകളാക്കിക്കൊണ്ട് മാറി മാറി വരുന്ന ഭരണകൂട കോമരങ്ങള് ഇമ്മാതിരി കാര്യങ്ങൾ ഇന്ന് മനുഷ്യനെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് ചുമ്മാ ഞങ്ങളെ ചിരിപ്പിക്കരുതെന്നാ പറഞ്ഞത്. കുടിക്കാൻ കൊടുക്കുന്ന ഇപ്പൊ ഗവൺമെന്റ് ഏറ്റവും പുതിയ വാർത്ത, ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഗ്രാമാന്തരങ്ങളിൽ കള്ള് വിതരണം ചെയ്യുമെന്ന. കള്ളെന്ന് പറയരുത്, പോലീസ് പിടിക്കും. പോഷകാഹാരം എന്ന് പറയണമെന്നാ മന്ത്രി പറഞ്ഞു. സോറി, ക്ഷമിക്കണം, തിരുത്തുന്നു. പോഷകാഹാരം. എന്റെ ഭാഷ പറഞ്ഞ അംഗൻവാടി പഠിക്കുന്ന പിള്ളേർക്കും കൊടുക്കണം സാർ ഒരു കുപ്പി പോഷകാഹാരം ഉപ്പുമാവിന്റെ കൂടെ. കാരണം 10ലും 11ലും ഒക്കെ വെട്ടും കുത്തും നടന്നൊക്കെ ഔട്ട് ഓഫ് ഫാഷനായി. ഇനി അംഗൻവാടി തൊട്ട് വെട്ടി തുടങ്ങട്ടെ.